നിന്നതല്ലേ. കുഞ്ഞു തുമ്പികൾ വലുതായതായിരിക്കും അല്ലേ? അയ്യോടാ. നന്നായിട്ട് ഉറങ്ങാൻ പറ്റി ഇന്നലെ? ഇന്നലെ ഞാന് നേരത്തെ കിടന്ന് ഉറങ്ങിയില്ലേ, എന്നിട്ട് എണീറ്റു. ഞാൻ അതിന് വേണ്ടിട്ട് കിടന്നുറങ്ങി. ഭയ ക്ഷീണമായിരുന്നു. ക്ഷീണം എല്ലാവരും വയ്യായ്മ പോലെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം എണീറ്റിട്ട് ഞാൻ കുളിച്ചു. അപ്പൊ അതിലേയും അക്ബർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചിട്ട് പോയി ഉറങ്ങിയിട്ടും ചെന്ന് കിടന്നിട്ടും പിന്നെ ഉറക്കം വരുന്നില്ല. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചില്ല കിടന്നുറങ്ങി. അല്ലെങ്കിൽ കുളിച്ച ഉടനെ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്നതാണ്. പക്ഷെ എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങിയത് കൊണ്ടായിരിക്കും ഉറക്കം വരാത്ത. അനീഷയുടെ ഇടയ്ക്ക് വെച്ച് എണീറ്റായിരുന്നല്ലോ, അതെന്താ കണ്ണും തുറന്നു? ഞാൻ പേടിച്ചുപോയി. ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എണീറ്റപ്പോ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അപ്പൊ നോക്കി ചിരിച്ചപ്പോ സമാധാനം. ഇങ്ങനെ കിടക്കുന്നു, അതെന്താ അങ്ങനെ കിടന്ന്? രാവിലെ എണീറ്റെന്ന് വിചാരിച്ചോ? ഞാൻ ആ സമയത്ത് എണീറ്റുണ്ടായിരുന്നു. അപ്പൊ അത് രാവിലെ ആയിരുന്നോ? എന്റെ ബോട്ടിൽ കാണാനില്ല, വെള്ളം കുടിക്കുന്ന. അതെവിടെ പോയി അറിയില്ല. ഇവിടെ ഒക്കെ ഇന്നലെ നോക്കി രാത്രി. ഉണ്ടാവും, നമുക്ക് തപ്പാം. ഞാൻ കുറച്ചധികം നേരത്തെ എണീറ്റു. അറിയാവോ സമയം ഇത്രയാണ്, രാവിലെയാണെന്നുള്ളതൊക്കെ? വെളുക്കാണ്ട് എങ്ങനെ അറിയാൻ പറ്റും? ഇന്ന് പതിവില് കൂടുതൽ നേരത്തെ എണീറ്റു. മനുഷ്യൻ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ്. 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ രാത്രിയാവുമ്പോ അത് എത്ര സമയം പോലും നമ്മൾ അറിയുന്നില്ല. എനിക്കൊരു 10 മണി 11 മണിയൊക്കെ ആവും ഇവിടെ ലൈറ്റ് ഓഫ് ആവുമ്പോ. 10 മണിയാവും എന്തായാലും. എന്താന്നറിയില്ല, ഇന്ന് പതിവിലും നേരത്തെ എണീറ്റു. പിന്നെ ഉറക്കം വന്നില്ല. എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനുമോളുടെ? അനീഷേട്ടാ ഇപ്പൊ കൊറേ മാറി, സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനത്തെ ഒരാളെ ആദ്യമായിട്ടല്ലേ കാണുന്നേ. പിന്നെ ഇപ്പം എനിക്കിപ്പം എന്താ പറയുക, ഇപ്പൊ നല്ലൊരു മനുഷ്യനല്ല, നല്ല ഒരാള്, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അമ്മേ, അയ്യോ, തമാശ പറഞ്ഞതാണോ? അന്ന് ചേട്ടാ അങ്ങനെ സംസാരിച്ചത്? എന്റെ എനിക്ക് വയ്യ. ഇത് അയ്യോ, മൈക്കിട്ടിട്ടുണ്ട്, ക്യാമറ അയച്ചു വരെ നോക്കിക്കൊണ്ടിരിക്കും. ചേട്ടാ ഇത് പ്രാങ്ക് ചെയ്തതാണോ? അന്വേഷിച്ചിട്ട് എന്താ സംഭവം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. പോ ചേട്ടാ, ഡേറ്റ്. എനിക്കറിയാം ബിഗ് ബോസ് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തല്ലേ, ഞാൻ വീട്ടില്ല. കൊള്ളാം ചേട്ടാ, കേൾക്കാൻ നല്ല സുഖമുണ്ട്.